യേശു ക്രിസ്തുവിൽ പ്രിയ ദൈവ ജനമേ, ഷാലാം ടെലിവിഷനിലൂടെ ഞങ്ങളെ ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ സ്തുതി ആരാധന ശുശ്രൂഷ ഒരു പുതിയ അനുഭവം, ദൈവത്തിൻ്റെ കൃപ ഒഴുകിയിറങ്ങുന്ന ഒരു പുതുശക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് ഈ നിമിഷം ഞങ്ങളെയും നിങ്ങളെയും നയിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എണ്ണമില്ലാത്ത നന്മകളാൽ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ നല്ല ദൈവത്തിൻ്റെ മഹനീയതയെ വർണ്ണിക്കുന്ന, തകർച്ചകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും കൺമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ആ സ്നേഹത്തിന് മുമ്പിൽ നമുക്ക് നന്ദിയോടെ അവിടുത്തെ വാഴ്ത്താം. നിനക്കെതിരെ ശത്രുക്കൾ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ ഞാൻ അവരെ പായിക്കും എന്ന നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ഞങ്ങളോട് പറഞ്ഞ ആ വചനം ഞങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. നിനക്കെതിരെ വരുന്ന ഒരായുധവും ഫലിക്കുകയില്ല, ഒരു തിന്മയ്ക്കും നിന്നെ തകർക്കുവാൻ സാധിക്കുകയില്ല. അത്ര ശക്തിയേറിയ നാമമാണ് നാം വിളിച്ചു പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. തീർച്ചയായും ഞങ്ങളെ കാണുന്ന, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഈ വിശ്വാസത്തോടെ നമുക്ക് ഓരോരുത്തർക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തോത്രഗീതം ആലപിച്ച് അവിടുത്തെ നാമത്തെ നമുക്ക് സ്തുതിക്കാം. 18-ാം സങ്കീർത്തനം 1, 2, 3 വചനഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും, എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും, എൻ്റെ പരിചയും രക്ഷാശൃംഗവും അഭയകേന്ദ്രവും. സ്തുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുന്ന് എന്നെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കും. അതെ, അവിടുന്ന് എന്നെ ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്നും, പരാജയത്തിൻ്റെ എല്ലാ വാതിലിൽ നിന്നും, പരാജയത്തിൻ്റെ എല്ലാ അടിമത്തത്തിൽ നിന്നും യേശു എന്നെ
വിടുവിക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വസിക്കുക. നിന്റെ ജീവിതത്തിൽ കർത്താവ് പുതിയ ഒരു അത്ഭുതം ചെയ്യുവാൻ, ഒരു പുതിയ കാര്യം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഭയപ്പെടേണ്ട, അവൻ നമ്മോട് കൂടെയുള്ള ദൈവമാണ്. സംഭ്രമിക്കേണ്ട, ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവമാണ്. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ നയിച്ച അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോവിൻ്റെ ദൈവമേ, ചെങ്കടലിലൂടെ വഴി നടത്തി പരിപാലിച്ച ദൈവത്തിൻ്റെ അപരിമമായ ശക്തി ഞങ്ങളിലെല്ലാവരിലും ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിച്ചു പാടാം. നമ്മെ നയിക്കുന്ന, നമ്മെ ശക്തിപ്പെടുത്തുന്ന, എല്ലാ തകർച്ചകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത് ബലപ്പെടുത്തുന്ന ആ ദൈവത്തെ ഈ കീർത്തനഗാനം ചേർന്ന് പാടി ഞങ്ങളോടൊപ്പം പാടി ദൈവത്തെ സ്തുതിക്കാം. ആമേൻ.
കരുണയുള്ള കർത്താവേ, അവിടുത്തെ നാമത്തെ സ്തുതിച്ച് ഞങ്ങളോടൊപ്പം ആയിരുന്ന ഓരോ വ്യക്തികളെയും ജീവിതങ്ങളെയും അവിടുന്ന് കാണണമേ. ഈ സ്തുതിയാരാധന ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന കേട്ടുകൊണ്ടിരുന്ന ഓരോ ജീവിതങ്ങളുടെ മേലും ഒരു പുതിയ അഭിഷേകവും പുതിയ ശക്തിയും വിടുതലും പ്രാപിക്കുവാൻ ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കല്ലപ്പാ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിന് മാത്രം മഹത്വമുണ്ടാകട്ടെ. സർവസ്തുതികൾക്കും ആരാധനയ്ക്കും യോഗ്യനായ ദൈവമേ,
ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഒരിക്കൽ കൂടി ഞങ്ങളോടൊപ്പം ഹല്ലേലൂയ, യേശുവേ, ആരാധനേ. ആരാധനയായ പരിശുദ്ധ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിച്ചാരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ ആസ്വദിക്കണമേ. ഇപ്പോൾ ഞങ്ങളോടൊപ്പമായിരുന്ന എല്ലാ വ്യക്തികളെയും സ്വർഗം തുറന്ന് ആസ്വദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടവും നീർച്ചാലുമായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം വചനം നമുക്ക് വായിച്ചു കേൾക്കാം. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. യേശു ക്രിസ്തുവിൽ മാത്രമാണ് രക്ഷ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, നാം വിടുതൽ പ്രാപിക്കുവാൻ, നാം സൗഖ്യം പ്രാപിക്കുവാൻ, നാം രക്ഷ പ്രാപിക്കുവാൻ ഒരേ ഒരു നാമം മാത്രം, യേശു എന്ന നാമം. ഈ നാമത്തിൽ നമുക്ക് വിടുതലുണ്ട്, രക്ഷയുണ്ട്, സൗഖ്യമുണ്ട്. ഈ ആരാധന ഗീതത്തോട് ചേർന്ന് പാടി ഈ അനുഗ്രഹങ്ങൾ നമുക്ക് സ്വന്തമാക്കുവാൻ ഞങ്ങളോട് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. യേശുവിനെ
ശുദ്ധിക്കായി യേശുവിൻ നാമത്തിൽ. യേശുവിൻ രക്തം ശുദ്ധിക്കായി യേശുവിൻ രക്തം കഴുകലായി യേശുവിൻ രക്തം സൗഖ്യമായി യേശുവിൻ നാമത്തിൽ. യേശുവിൻ രക്തം ശുദ്ധിക്കായി യേശുവിൻ രക്തം കഴുകലായി യേശുവിൻ രക്തം സൗഖ്യമായി യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഓ ഞങ്ങളുടെ ദൈവമേ, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ വിടുതലും രക്ഷയും സൗഖ്യവും, അവിടുത്തെ രക്തത്താൽ സൗഖ്യമുണ്ട്, വിടുതലുണ്ട്. ഈ ശുശ്രൂഷയിൽ നിന്ന് ഞങ്ങളോടൊപ്പമായിരുന്ന ഓരോ വ്യക്തികളെയും യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ. യേശുവിൻ്റെ രക്തത്താൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കൃപയൊഴുകി ഈ ശുശ്രൂഷയുടെ മേൽ പകർന്ന് സഹായിച്ച് അനുഗ്രഹിക്കുമാറാകണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.